ദിയ ഫാത്തിമയെക്കുറിച്ച് കുറച്ച് വിവരങ്ങൾ പങ്കുവയ്ക്കാനാണ് ഈ വീഡിയോ. ധാരാളം പേര് എൻ്റെ സഹപ്രവർത്തകരും കൂട്ടുകാരും ഉൾപ്പെടെയുള്ളവർ ദിയ മോളുടെ കാര്യത്തിനെക്കുറിച്ച് ഇപ്പോഴാണ് പതുക്കെ അറിഞ്ഞു വരുന്നത്. അവർ നിരന്തരം റിക്വസ്റ്റ് ചെയ്യുന്നത് കൊണ്ടാണ് ഈ വിഷയത്തിനെ പറ്റി മുമ്പ് വന്നതും ഇപ്പോൾ വരുന്നതുമായിട്ടുള്ള വീഡിയോസ് ഞാൻ ഷെയർ ചെയ്യുന്നത്. അത്രമാത്രം എല്ലാവരുടെയും മനസ്സിൽ ഈ മോൾക്കൊരു വലിയൊരു സ്ഥാനം വന്നു കഴിഞ്ഞു. എല്ലാവരുടെയും ജീവിതത്തിൻ്റെ ഭാഗമായി കഴിഞ്ഞിരിക്കുന്നു ഈ പൊന്നുമോള്. എപ്പോഴും ആ അമ്മയുടെ അടുത്തേക്ക് കുഞ്ഞിനെ എത്തിച്ചു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നവരാണ് ഞങ്ങളെല്ലാവരും. എല്ലാവരുടെയും കൂടെ വേദനയാണ് ദിയ മോള്. മാതാവിൻ്റെ വേദന പറഞ്ഞറിയിക്കാൻ പറ്റുകയില്ല. സോഷ്യൽ മീഡിയ മുഴുവനും ഇതിൻ്റെ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ട ഒരാളുടെയെങ്കിലും കണ്ണുനീര് തുടയ്ക്കാൻ പറ്റിയാൽ അത് ചെയ്യണം. ആ ഉമ്മ പറയുന്ന കാര്യങ്ങൾ കേൾക്കുകയാണെങ്കിൽ ആരുടെ ആയാലും മനസ്സ് തകർന്നു പോകും. പെൺകുട്ടിയിട്ടത് പിന്നെ അതിന്റെ നേരെ ഞാൻ പിന്നെ ഓവർ യൂട്യൂബിൽ നോക്കില്ല. വേറൊരു ആളിട്ടിട്ടുണ്ട്. വീട് ഇങ്ങനെ വരുമ്പോഴത്തേക്ക് സമാധാനമല്ല. റൂമിനുള്ളിൽ പുറത്തേക്ക് പോകും, പിന്നെ അകത്തേക്ക് വരും. ഇതെന്താ ചെയ്യേണ്ട, ആരോട് എങ്ങനെ പറയേണ്ട അവതരിപ്പിക്കേണ്ടതെന്ന് അറിയില്ല. പിന്നെ ലാസ്റ്റ് പോലീസ് സ്റ്റേഷനിലേക്ക് ഇന്ന് 2 ദിവസം വിളിച്ചപ്പം ഇലക്ഷന്റെ ടൈം ആയതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അപ്പൊ മോളെ നഷ്ടപ്പെട്ട സമയത്തുള്ള പോലീസുകാരുടെ അനാസ്ഥ പറയാതിരിക്കാൻ വയ്യ. 1.5 വയസ്സുള്ള കുട്ടികൾ നടന്നു തുടങ്ങിയിട്ടേ ഉണ്ടാകുകയുള്ളൂ. അങ്ങനെ ഒരു പെൺകുട്ടി പെരുമഴയത്ത് ഇറങ്ങി നടന്നു തോട്ടിലേക്ക് ഒഴുകി പോവുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് വിശ്വസിക്കാൻ കഴിയുന്നത്? വെള്ളത്തിലേക്ക് പോയി എന്നുള്ളത്, ഇവര് വെള്ളത്തിലേക്കാണ് കുട്ടി പോയത് എന്നുള്ളത് മാത്രം ഇവർ നോക്കി. ഇവര് മറ്റേ മിസ്സിംഗ് ആയതുകൊണ്ട് കരയിലേക്ക് ഇവർ അന്വേഷിച്ചില്ല. ഇവര് എവിടെ ഇൻഫർമേഷൻ കൊടുത്തിട്ടില്ല. മറ്റൊരു സ്റ്റേഷനിലേക്ക് ഇവരെ ഒരു ഇൻഫർമേഷൻ കൊടുക്കില്ല. കുട്ടി വെള്ളത്തിലാണ് പോയത് എന്നുള്ളതാണ്. ഇവർ 6 ദിവസം വെള്ളത്തിലേക്ക് മാത്രം പിന്നെ ലാസ്റ്റ് തന്നെ പിന്നെന്താണ് അന്നത്തെ ഡിവൈസി ഉണ്ട് ഇവർക്ക് സുകുമാരൻ പറഞ്ഞു. ഇവര് വിളിച്ചിട്ട് എന്നോട് നല്ല മാന്യ രീതിയിൽ പെരുമാറി. ഒരു അമ്മ നിങ്ങളോട് ചോദിച്ചറിയാൻ ബുദ്ധിമുട്ടുണ്ട്, എന്താ മോളെന്തായ അങ്ങനെ ഇങ്ങനെയല്ല ഞാൻ അറിഞ്ഞ കാര്യങ്ങൾ പറയാം. അല്ല പിന്നെ എന്താണെന്ന് വെച്ചാൽ എന്റെ മെയിൻ എന്താണെന്ന് വെച്ചാൽ കുട്ടീനെ എനിക്ക് ആദ്യം പറഞ്ഞ മെയിൻ അല്ല പിന്നെ എനിക്ക് ഇതിങ്ങനെ ടെൻഷനാണല്ലോ, നമുക്ക് എന്താ പറയേണ്ടതെന്ന് കിട്ടാതെ. അങ്ങനെ ഞാൻ പറഞ്ഞ എന്റെ കുട്ടി ഒരു കാരണവശാലും സാറേ വെള്ളത്തിൽ പോകില്ല. എന്റെ കുട്ടി ശരിക്കും മിസ്സിംഗ് ആണ്. ഇവരോട് പറയുന്നുണ്ട് കുട്ടി നല്ല ശക്തിയായ മഴ പെയ്യുന്നുണ്ട്. എന്റെ കുട്ടിക്ക് സ്വന്തം ഉമ്മാക്ക് അറിയുന്ന പോലെ പുറത്തുള്ള ഒരാൾക്കറിയില്ല. എന്റെ കുട്ടീന്റെ ശരിക്കുള്ള സ്വഭാവം അവര് എല്ലാം ഇതും അറിയുന്ന ഉമ്മയാ പറയുന്നത്. കുട്ടി പുറത്തേക്ക് പോകണമെങ്കിൽ കുട്ടി വെള്ളം നമുക്ക് പോക്ക് പോയിക്കാം മഴ ഇങ്ങനെ പെയ്യുമ്പോ. പിന്നെ ഞാൻ അവരോട് പറയുന്നുണ്ട് ഈ 1.5 വയസ്സ് ഒരു വയസ്സ് 5 മാസമുള്ള കുട്ടിക്ക് തലയിലേക്ക് ശക്തിയായിട്ട് മഴ പെയ്യുമ്പോൾ ശ്വാസം മുട്ട് ഒന്ന്. പിന്നെ ഇവളെ പിടിച്ച് പോണം. ഇവർക്ക് അങ്ങനെ ഓവർ നടന്ന് ഓടിക്കളിക്കുന്ന കുട്ടിയൊന്നും അല്ല. ഒരു പിച്ച് വെച്ച് ഒരു വയസ്സ് 2 വയസ്സാണ് ശരിക്കും ഒരു കുട്ടിക്ക് നടന്ന് പോകണമെങ്കിൽ. അപ്പൊ ഇത്ര വലുതാണ് ഈ കുട്ടി നല്ല വെള്ളത്തിൽ പോകും. പിന്നെന്താണ് മുറ്റത്തും പോകില്ല, ഒന്നും ചെയ്യില്ല. ഇവള് കുടിച്ച ക്ലാസ് ഉണ്ട് കമത്തി വെച്ചിട്ട് അരപ്പൈസിൽ കമത്തി വെച്ചിട്ട് ഇതൊന്നും ഇച്ചിരി 1 വയസ്സ് 5 മാസമുള്ള കുട്ടിക്ക് ചാരുവടിയിൽ വെക്കാൻ എങ്ങനെ പറ്റും? ഒരിക്കലല്ല. ഞാൻ പറയുന്നുണ്ട് നിങ്ങൾ എന്ത് വേണമെങ്കിലും ഞങ്ങളെ കൊണ്ട് നിങ്ങൾ ചെയ്ത് എന്റെ കുട്ടി മിസ്സിംഗ് ആണ്, എന്റെ കുട്ടിക്ക് വേറെ പിന്നെ വെള്ളത്തിലേക്ക് പോയിട്ടേ ഇല്ല എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവര് ഒന്നും വിടുന്നില്ല. ഇവർക്ക് അത് എന്തോ ഒരു എന്താ പറയണ്ടേ, ഇവര് അത് അധികം അന്വേഷിച്ചൊന്നുമില്ല. ഒരു മെയിൻറ്റെയിൻ ഇവർക്കില്ല. ലാസ്റ്റ് ഇവര് വിളിച്ചിട്ട് പറഞ്ഞു കുട്ടി വെള്ളത്തിലില്ല കരയിലില്ല. പിന്നെ ആകാശത്തേക്ക് പറഞ്ഞു. ഒരു ടെൻഷൻ അടിച്ചിരിക്കുന്ന ഒരു ഉപ്പാനോട് 100 തവണ ആ ഉമ്മ പോലീസിനോട് പറഞ്ഞു നോക്കി എൻ്റെ മകൾ തോട്ടിലേക്കൊന്നും പോകില്ല എന്ന്. ആരോ തട്ടിക്കൊണ്ട് പോയതാണ് എന്ന് നാട്ടുകാരടക്കം എല്ലാവരും ഓടി നടന്നാണ് അന്വേഷിച്ചത്. പോലീസ് നായയെ കൊണ്ട് ഉടുപ്പ് മണപ്പിച്ചു കഴിഞ്ഞ് അത് വീടിൻ്റെ പിന്നാമ്പുറത്തേക്കാണ് ഓടിപ്പോയത്. നേരെ ചെന്ന് നിന്നതോ ഒരു വീടിൻ്റെ മുൻപിലേക്കാണ്. ഇത്രയൊക്കെ പോരെ ആ മോളെ ഒരാൾ തട്ടിക്കൊണ്ട് പോയതാണെന്ന് മനസ്സിലാക്കാനായിട്ട്? ഇനിയിപ്പോൾ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇതുമായി ബന്ധപ്പെട്ട ഒരു ചാനൽ ദിയയുടെ ഉമ്മയുമായിട്ട് സംസാരിച്ചതാണ് ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 8 വർഷം മുമ്പ് വെറും 1.5 വയസ്സുള്ളപ്പോഴാണ് ഈ ഉമ്മ അവസാനമായിട്ട് ആ പൊന്നുമോളെ കാണുന്നത്. 1.5 വയസ്സിൽ നിന്നും 9 വയസ്സിലെത്തുമ്പോൾ ഫേഷ്യൽ ഫീച്ചേഴ്സൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വരും. 1.5 വയസ്സുള്ള കുഞ്ഞിൻ്റെ ഫോട്ടോ വെച്ച് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റില്ല. നമ്മുടെ തന്നെ തീരെ ചെറുപ്പത്തിലുള്ള ഫോട്ടോ എടുത്ത് നോക്കിയാൽ നമ്മൾക്ക് തന്നെ അത് മനസ്സിലാക്കാനായിട്ട് പറ്റില്ല. ഇപ്പോൾ ഒരു 4-5 വയസ്സൊക്കെ ആണെങ്കിൽ പിന്നെയും മനസ്സിലാക്കാം. പക്ഷേ ഇന്ന് AI ടെക്നോളജി വളരെയധികം പുരോഗമിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരുപാട് സിനിമകളിൽ ഇതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ വന്നിട്ടുമുണ്ട്. അപ്പോൾ ഈ ടെക്നോളജി ഉപയോഗിച്ച് കണ്ടുപിടിക്കാനുള്ള നല്ല നല്ല മാർഗങ്ങളുണ്ട്. എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യവുമാണിത്. പക്ഷേ ആരും ഇതുവരെ ഒന്നും പറഞ്ഞ് കേട്ടിട്ടില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ. എന്തൊക്കെയായാലും ഈ കുഞ്ഞിനെ വേഗം മാതാപിതാക്കൾക്ക് തിരിച്ചു കിട്ടണം എന്നുള്ള പ്രാർത്ഥന എല്ലാ സ്ഥലത്തു നിന്നും ഇപ്പോൾ കേരളത്തിന് പുറത്തും എല്ലാ സ്ഥലത്തും തമിഴ്നാട്ടിലായാലും എല്ലാ സ്ഥലത്തും പുറം രാജ്യങ്ങളിലൊക്കെ ഈ വിഷയം
എല്ലാവരിലും സോഷ്യൽ മീഡിയ വഴി എത്തി തുടങ്ങിയിട്ടുണ്ട്. ധാരാളം പേര് ഇതിനെക്കുറിച്ച് ഒരു അപ്ഡേറ്റിനായിട്ട്, അതായത് കുഞ്ഞ് തിരിച്ചു വന്നു കഴിഞ്ഞു എന്നൊരു അപ്ഡേറ്റ് കേൾക്കാനാണ് എല്ലാവരുടെയും മനസ്സൊരു വേഴാമ്പലിനെ പോലെ ഇങ്ങനെ കാത്തുകൊണ്ടിരിക്കുന്നത്. ഇതിനുവേണ്ടി ആത്മാർത്ഥമായിട്ട് ഓടി നടക്കുന്ന ഒരുപാട് പേരുണ്ട്. പ്രത്യേകിച്ചും നമ്മുടെ ജുനൈദ് ബ്രദറിനെ പോലെയുള്ള നല്ല നല്ല മനസ്സിൻ്റെ ഉടമകൾ അഹോരാത്രം ആത്മാർത്ഥമായിട്ട് ഇതിനു വേണ്ടിയിട്ട് ഓടി നടക്കുന്നതിൻ്റെ തത്രപ്പാടിലാണ്. അപ്പോൾ ഇതിനൊക്കെയുള്ള ഒരു വിജയം അവസാനം ആ ഒരു മധുരമായിട്ടുള്ള വാർത്ത നമ്മൾക്ക് എത്രയും പെട്ടെന്ന് കേൾക്കാനായിട്ട് ആ അല്ലാഹു അതിന് ഒരു സാഹചര്യം എളുപ്പം ഉണ്ടാക്കി തരട്ടെ എന്ന ഒരു പ്രാർത്ഥനയോടെ ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു.